അവർ ചാനൽ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീക്കെൻഡ് ആണ്. അതായത് വീക്കെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ടാ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നാളെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോവാണ്. എന്തായാലും നാളെ നമ്മള് കുറച്ച് പരിപാടീസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ പോയേക്കാം. അപ്പൊ എന്തായാലും വ്ളോഗ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ബോഡി നമ്മള് കെയർ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ സ്കിന്ന്, ഹെയർ, അതുപോലെ പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാം. ഞാൻ നോർമൽ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ചിലപ്പോഴത്തേനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അങ്ങനെ ചെയ്തു വെച്ചേക്കാം. ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുക. യെസ്, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അമ്മയും ഉണ്ടായിരുന്നു. എന്നിട്ട്
ഇങ്ങനെ ഓയിലിങ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ നമ്മളിവിടെ ചെമ്പരത്തി താളിയാണ്, അതായത് ചെമ്പരത്തി ഇലയാണ് എടുത്തിട്ടുള്ളത്. ചെമ്പരത്തി ഇല നമുക്കറിയാം നല്ലൊരു നാച്ചുറൽ ഷാമ്പു ആണ് നമുക്ക് താളി തേച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഷാമ്പു യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഡാൻഡ്രഫ് മാറാനും ചെമ്പരത്തി താളി നല്ലതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് പേരയിലാണ്. പേരയില വന്നിട്ട് നല്ല ഇളം, അതായത് കുരുന്നലയില്ലേ, അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഇല വേണം എടുക്കാനായിട്ട്. അത് നല്ലതാണ്, ഹെയർ ഗ്രോത്ത് ആവാൻ നല്ലതാണ്, അത്രയ്ക്ക് അടിപൊളി എഫക്റ്റാണ്. അപ്പോൾ നിങ്ങളത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പ്രൊഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കാലിലുള്ള നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണം. ഞാൻ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തപ്പോൾ എന്നെ ചായ കുടിക്കാൻ വിളിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ടോക്കാണ്, ഡയബറ്റീസ് എന്താ പാരമ്പര്യമായിട്ട് കിട്ടണതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ എനിക്കും വരുമോ? അങ്ങനെ ബ്രെഡ് എനിക്ക് തന്നു, ലഡു തന്നു, പഴം, ഇതെനിക്ക് ഞാൻ കഴിക്കണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചൂടായി. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ചിരിയിട്ട് അഭിനയിച്ചതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ബ്രെഡ് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് ലഡു അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോഴാണ് വല്യമ്മ ചോദിച്ചത് ഞങ്ങളന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തൂലേ എന്നിങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ എന്താ ആക്ഷൻ പറഞ്ഞത് പുള്ളിക്കാരി അഭിനയിച്ചു തുടങ്ങി. അതിനെക്കാട്ടി അഭിനയ സിംഹമായി അമ്മ വന്ന് ഓവറായിട്ട് ആക്ട് ചെയ്ത് കൊളാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനെൻ്റെ പെഡിക്യൂർ ചെയ്യാനായിട്ട് പോയി. നമുക്ക് ഇളം ചൂട് വെള്ളമാണ് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ കാല് മുങ്ങി നിൽക്കണ രീതിയിലുള്ള ഒരു ബേസ് എടുക്കുക, ഇളം ചൂട് വെള്ളം എടുക്കുക, അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുതിയതായിട്ടൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കുവാണ്. എവറിഡേ എണ്ണയാണോ ഞാൻ വായിച്ചില്ല. അപ്പോൾ ഒരു പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേർട്ടൊക്കെ അലിയും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ റോസ് പെറ്റൽസ് ഒരു പാർലർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ആഴ്ചകളെ എടുത്ത റോസ് പെറ്റൽസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇതിടുമ്പോഴത്തേക്കും ഒരു ആംബിയൻസ് കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൊഡിക്യൂർ ചെയ്യണ രീതി. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താലും മതി. പക്ഷേ ഇത് നിങ്ങൾ ആഴ്ചയിലൊക്കെ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലൊന്നും കൂടെ നല്ല വൃത്തിയായിട്ട് വെക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും നിങ്ങളെ കാലിലാണ് ഫസ്റ്റ് ശ്രദ്ധിക്കുക എന്ന് പറയണ കേട്ടിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് കാല് നന്നായിട്ട് വൃത്തിയായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൈഡിലൊക്കെ നല്ലോണം ഡാർക്കായിട്ടായിരിക്കണം നഖത്തിൻ്റെ ആ സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാല് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട്, അതായത് നല്ലോണം മുക്കി വെച്ച് കുതിർന്നിട്ടുണ്ടാവും കാലിലുള്ള അടകോട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് നെയിൽ കട്ട് ചെയ്ത് കളയാണ്. എനിക്ക് നെയിൽ കാലിൽ വളർത്താൻ അത്ര താല്പര്യമില്ല, കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് കാലിലുള്ള നെയിൽസ്. അപ്പോൾ അത് നെയിലില്ലാണ്ടിരിക്കുമ്പം ഇച്ചിരി വൃത്തിക്ക് അവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 കാലിലെയും നെയിൽസ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ടൂൾസ് അതിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ടൂൾ വെച്ചിട്ട് നല്ലോണം ഇടയ്ക്കുള്ള ആ ഡേർട്ടൊക്കെ ആ കറുത്ത ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ക്യാമറമാനെ വിളിച്ചുകൊണ്ട് വന്നു, കാരണം എനിക്ക് ഒറ്റ കൈയുണ്ട്, വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് നടുക്കത്തെ നെയിൽസിൽ ഒരു കളർ ഡിഫറൻസ് ഫീൽ ചെയ്തു, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ടൂൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തുകൂടെ ആ ഡെഡ് സെൽസ് ഇല്ലേ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നെയിൽസ് ഇത്തിരി വൃത്തിക്കിരിക്കും. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് അതേ ടൂൾ വെച്ചിട്ടാണ് ഞാൻ കാലിലും ജസ്റ്റ് ഇങ്ങനെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ എല്ലാ നെയിൽസിലെയും ഡേർട്ട് റിമൂവ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാലിൽ ആ ഡിഫറൻസ് മനസ്സിലാവണില്ലേ? ഇനി ഞാനൊരു പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡറില്ലേ, കോഫി പൗഡറിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് കുറച്ച് പാൽപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തത്. എന്നിട്ട് കുറച്ച് ആലോവേറ ജെല്ല് കൂടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് മാത്രം. കാരണം ഭയങ്കരമായിട്ട് ഇട്ടാൽ ഒലിച്ചിറങ്ങും, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കുക. പാക്ക് പോലെ ഇടാം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നല്ലോണം ഇട്ടിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിലോട്ട് ഞാൻ പിന്നെയും കോഫി പൗഡർ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. കോഫി പൗഡർ ആകുമ്പോൾ കുറച്ചിങ്ങനെ തരിതരിപ്പ് ഉണ്ടാവും. കോഫി പൗഡറും പിന്നെ ഷുഗറും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് പോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 50 മിനിറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ കാലിലുള്ള ഡേർട്ടല്ല ഡെഡ് സെൽസ് ഇല്ലേ, അപ്പോൾ അത് റിമൂവ് ആയി കിട്ടും. നമ്മുടെ കാലൊന്നും കൂടെ ബ്രൈറ്റ് ആവും. കോഫി പൗഡർ നമുക്കറിയാം ബ്രൈറ്റ് ആവും, ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോഫി പൗഡറും. പിന്നെ ആലോവേറ ജെല്ല് വന്നിട്ട് മോയ്സ്ചറാക്കി വെക്കുക നമ്മുടെ സ്കിന്ന്. നല്ലോണം ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ നല്ലോണം ആ വെള്ളത്തിയിട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഷൂട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് നല്ല ക്ഷീണമായിരുന്നു, എനിക്ക് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം പിറ്റേ ദിവസം പോകാനുള്ളതുകൊണ്ട് ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം എനിക്ക് സ്പേസും ഇല്ല, വീഡിയോ കൂടുതലായിട്ട് എടുക്കാനുള്ള സ്പേസും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി ചുരുക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കാല് നന്നായിട്ട് സൂക്ഷിക്കുക. ഫേസ് സൂക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാലും കൈയൊക്കെ വൃത്തിയാക്കി വെക്കുക. കാരണം കൂടുതൽ പേര് ഫേസിൽ നോക്കിയാൽ തന്നെ കൂടുതൽ പേര് ശ്രദ്ധിക്കുക കാലിലൊക്കെ ആയിരിക്കും, കാലൊക്കെ എങ്ങനെയുണ്ട്, വൃത്തിക്കാണോ ഇരിക്കണേന്നൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇത് നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് വാഷ് ചെയ്ത് തുടച്ചിട്ട് വെറുതെ വിടരുത്. നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, കൂടെ ഒരു നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഫേസിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സ്ഥലം വരെ പോകില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. സോ യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സീ യു.